എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നമ്മുടെ CPM-ൻ്റെ രാജ്യസഭാ MP ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസ്താവന ഈയിടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്നിരുന്നു. AI ചൈനയിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു, ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു. ഇതായിരുന്നു മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. നമ്മുടെ രാജ്യത്തെ ഒന്ന് താഴ്ത്തിക്കെട്ടുകയും ചങ്കില ചൈനയെ ഒന്ന് പുകഴ്ത്തുകയുമാണ് ശ്രീ ബ്രിട്ടാസ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈയിടെ ചൈനയുടെ വക പുതിയ AI മോഡൽ DeepSeek പുറത്തു വന്നതിന് ശേഷം അതുകൂടി ഉദ്ദേശിച്ചായിരിക്കാം ശ്രീമാൻ ബ്രിട്ടാസ് ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. ചങ്കില ചൈന നമ്മുടെ സഖാക്കൾക്ക് എക്കാലവും ഒരു വികാരവും ഉൾപ്പുളകവും രോമാഞ്ചവുമായിരുന്നു എന്നത് മറന്നുകൂടാ. ഇപ്പോഴും ചങ്കില ചൈന എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ലൈനാണ് ഒട്ടുമിക്ക സഖാക്കന്മാർക്കും. കുറച്ചു കാലമായി ചൈനയെ ഒന്ന് പൊക്കി പറയാൻ ഒരു വഴിയും കാണാതിരുന്നപ്പോഴാണ് സഖാവ് ബ്രിട്ടാസിന് DeepSeek കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നു, ചൈന വലിയ തോതിൽ സാങ്കേതിക മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തുന്നു. എന്നാൽ നമ്മുടെ സർക്കാരോ കുംഭമേള പോലെയുള്ള മതപരമായ ചടങ്ങുകൾ നടത്തി പണം ദുർവ്യയം ചെയ്യുന്നു. നമ്മുടെ ഊന്നൽ മതപരമായ കാര്യങ്ങൾക്കാണ്. ഇങ്ങനെയൊക്കെയാണ് സഖാവ് ബ്രിട്ടാസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ ബ്രിട്ടാസ് പറഞ്ഞത് നേരാണ്. നമ്മൾ കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മലയാള മാധ്യമങ്ങൾ കുംഭമേള വാർത്തകൾ മനഃപൂർവ്വം തിരസ്കരിച്ചു എങ്കിലും ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. ജനത്തിന് അറിയേണ്ടുന്ന കാര്യങ്ങൾ അത് ജോൺ ബ്രിട്ടാസ് കൂടി ഉൾപ്പെടുന്ന മാധ്യമ സിംഗങ്ങൾ എത്രമാത്രം മൂടിവെച്ചാലും പൊതുജനം അറിയും. കുംഭമേളയിൽ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായപ്പോൾ അതുവരെ ഒരു വാർത്തയും കൊടുക്കാതിരുന്ന മലയാള മാധ്യമങ്ങളുടെ പത്രധർമ്മം സടകുടഞ്ഞ് എഴുന്നേറ്റതും അതും മലയാളികൾ കണ്ടിരുന്നു. ഇന്ത്യയെയും ചൈനയെയും ഏത് അർത്ഥത്തിലാണ് ശ്രീമാൻ ജോൺ ബ്രിട്ടാസ് താരതമ്യപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ മതസ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ്. ചങ്കില ചൈനയിൽ അങ്ങനെയാണോ? അവിടെ പൂർണ്ണമായ അർത്ഥത്തിൽ മതസ്വാതന്ത്ര്യം ഉണ്ടോ സഖാവേ? ചൈനയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പല സംഘടനകളും വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അത് അങ്ങേക്കറിയില്ലേ? ചൈനീസ് കൾച്ചറുമായി മതഗ്രൂപ്പുകൾ അവരുടെ സിദ്ധാന്തങ്ങൾ, രീതികൾ, മൊറാലിറ്റി ഇതെല്ലാം അലൈൻ ചെയ്യണമെന്ന സിനിസൈസേഷൻ പോളിസി ചൈന കൊണ്ടുവന്നത് അങ്ങേക്കറിയില്ലേ? ഈ സിനിസൈസേഷൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ പള്ളികളിലെ കുരിശുകൾ എടുത്തുമാറ്റിയ വിവരം ജോൺ ബ്രിട്ടാസിന് അറിയുമോ? ക്രിസ്ത്യാനികൾക്ക് അവിടെ ഗവൺമെൻറ് ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പള്ളികളിൽ മാത്രമേ പോകുവാൻ അനുവാദമുള്ളൂ. അറിയാമോ? മുസ്ലിം പള്ളികളിലെ താഴികക്കുടങ്ങളും മിനാരങ്ങളും ഇടിച്ചു പൊളിച്ച് കളഞ്ഞത് അങ്ങേക്കറിയില്ലേ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റിലീജിയസ് അഫിലിയേഷൻ പാടില്ല എന്നറിയാമോ ബ്രിട്ടാസിന്? ആ ചൈനയും ഇന്ത്യയുമായാണ് അവിടുന്ന് താരതമ്യം ചെയ്യുന്നത്. ഷിൻജിയാൻ പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൈംസ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, വംശഹത്യ ഇതിനെക്കുറിച്ചൊക്കെ രാജ്യസഭാ MP-ക്ക് നല്ല പിടിപാട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ പുറത്തു പറയില്ല എന്നും അറിയാം. കാരണം അപ്പുറത്ത് ചങ്കിലെ ചൈനയാണല്ലോ. ശ്രീ ബ്രിട്ടാസോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും പ്രതികരിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. കാരണം പ്രതികരിച്ചിട്ടില്ല. അത് തന്നെ. ശ്രീമാൻ ബ്രിട്ടാസ് ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ മതസ്വാതന്ത്ര്യം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, വിശ്വസിക്കാത്തവർക്കും അതേ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി AI കുറിച്ചാണെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗമായ അങ്ങ് അവിടെ ഉറങ്ങാനല്ല പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശനിയാഴ്ച ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങുവാൻ 500 കോടി രൂപ നീക്കിവെക്കുന്ന കാര്യം പറഞ്ഞത് അങ്ങ് കേട്ടായിരുന്നു. 2023 കൃഷി, ആരോഗ്യം, സുസ്ഥിര നഗരങ്ങൾ ഈ മേഖലയിൽ AI അടിസ്ഥാനപ്പെടുത്തിയുള്ള 3 സെൻറ്റർ ഓഫ് എക്സലൻസ് ധനമന്ത്രി പ്രഖ്യാപിച്ചതും അങ്ങ് ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. അത് ഓർമ്മിക്കുന്നില്ലയോ? ഇനി കുംഭമേളയിൽ രാജ്യം മുങ്ങിക്കുളിക്കുകയാണ് എന്ന് അങ്ങ് പറഞ്ഞത്, അതിൽ ചെറിയ ഒരു തിരുത്തുണ്ട് സഖാവേ. ഈ കുംഭമേള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് മുങ്ങിക്കുളിക്കുന്നത്. അതെങ്ങനെയാണ് എന്നല്ലേ? മലയാളത്തിലെ മാധ്യമങ്ങൾ വായിച്ചാൽ ഈ വിവരങ്ങളൊന്നും അറിയാൻ പറ്റില്ല സഖാവേ. വല്ലപ്പോഴും ദേശീയ ദിനപത്രങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കുംഭമേളയിൽ ക്രൗഡ് മാനേജ്മെൻറ്റിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ലൈവ് ഫുട്ടേജ് അനലൈസ് ചെയ്ത് ക്രൗഡ് സർജ് ഡിറ്റക്റ്റ് ചെയ്യുവാൻ AI ക്യാമറകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്യാമറകൾ ഓരോ സ്ക്വയർ മീറ്ററിലുമുള്ള ക്രൗഡ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ബോട്ടിൽ നെക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് അത് വേണ്ടപ്പെട്ടവരെ, അധികാരികളെയൊക്കെ അറിയിക്കുന്നു. ജനക്കൂട്ടത്തെ സാന്ദ്രത കുറഞ്ഞ ഇടങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു.
ജനസാന്ദ്രത കൂടിയ ഇടങ്ങൾ ഡിറ്റക്ട് ചെയ്യുവാൻ, അതുപോലെ സ്റ്റാമ്പീഡ്സ് ഉണ്ടായാൽ അത് അധികൃതരെ റിയൽ ടൈമിൽ അറിയിക്കുവാൻ സഹായിക്കുന്ന AI ക്യാമറകൾ, ഇതെല്ലാം മഹാകുംഭമേളയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാണാതായവരെ കണ്ടുപിടിക്കുവാനും വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ്സ് അത് നിരീക്ഷിക്കുവാനും സെക്യൂരിറ്റി ചെക്കിനും സഹായകമായ ഫേഷ്യൽ റിക്കഗ്നിഷൻ ഉള്ള AI ക്യാമറകളാണ് ഇവിടെ കുംഭമേളയിൽ ഉപയോഗപ്പെടുത്തുന്നത്. തീപിടുത്തം പോലെയുള്ള എമർജൻസി സിറ്റുവേഷനുകളിൽ ഇവാക്യുവേഷന് AI അസിസ്റ്റ് ചെയ്യും. വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ ക്രൗഡ് ഡേറ്റയിലെ ട്രെൻഡ്സ് അനലൈസ് ചെയ്ത് ഭാവിയിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾ AI തന്നെ നൽകും. ഇതുകൂടാതെ AI ക്യാമറയുള്ള ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നദിയിൽ മുങ്ങുന്നവർക്ക് സഹായകമാകുന്ന AI പവേർഡ് അണ്ടർ വാട്ടർ ഡ്രോണുകളും ഈ മഹാകുംഭമേളയുടെ മാത്രം പ്രത്യേകതയാണ്. സന്ദർശകരെ സഹായിക്കുവാൻ AI അധിഷ്ഠിതമായ ഗൂഗിൾ ചാറ്റ് സ്റ്റേഷനുകൾ, അതും വിവിധ ഭാഷകളിൽ ഉള്ളത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കുംഭമേളയിലെ പാർക്കിംഗ് സിസ്റ്റം പൂർണ്ണമായും AI പവേർഡാണ്. ഇതുവരെ പറഞ്ഞത് ഇത്തവണത്തെ കുംഭമേളയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം എത്രമാത്രം വലുതാണ് എന്ന് ശ്രീ ബ്രിട്ടാസിന് മനസ്സിലാകുവാനാണ്. ഇതൊന്നും കൂടാതെ EV ചാർജിംഗ് സ്റ്റേഷനുകൾ, വെഹിക്കിൾ മെയിൻ്റനൻസ് സ്റ്റോറുകൾ, ആയിരക്കണക്കിന് ബസ്സുകൾ, ട്രെയിനുകൾ, ഹെലികോപ്റ്ററുകൾ, അങ്ങനെ ഇത്തവണത്തെ കുംഭമേള, മഹാകുംഭമേള ഒരു മഹാസംഭവം തന്നെയാണ്. 40 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാകുംഭമേളയിൽ ഹാർവാർഡിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, സ്റ്റാൻഫോർഡ് അടക്കമുള്ള 20ഓളം സ്ഥാപനങ്ങളിലെ റിസർച്ചേഴ്സ് അവർ കുംഭമേള പഠിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 7000 കോടി രൂപയാണ് ഇത്തവണ കുംഭമേളയ്ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. 2 ലക്ഷം കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്തവണ പ്രതീക്ഷിക്കുന്ന വരുമാനം. വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകൾ മാത്രം ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ 1700 കോടി രൂപ വരും. പൂക്കളില്ലേ, പൂക്കച്ചവടം മാത്രം 800 കോടി രൂപയുടേതാണ്. ഇനി ഹോട്ടലുകൾ, നദീതീരങ്ങളിലെ ലക്ഷറി ഡോമുകൾ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ മഹാകുംഭമേള ഉണ്ടാക്കുന്ന ആ പൊട്ടൻഷ്യൽ അതുണ്ടല്ലോ. സാമ്പത്തികമായും സാംസ്കാരികമായും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നുവെങ്കിൽ താങ്കൾ ഇങ്ങനെയൊന്നും പറയുമായിരുന്നില്ല. ഇനി താങ്കൾക്ക് ഈ കണക്കുകളൊക്കെ അറിയാമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ആരെയൊക്കെയോ സുഖിപ്പിക്കണം, അതിനല്ലേ ഈ നാട്യവും പ്രസ്താവനയും. ഇനി ഈ പറഞ്ഞത് വല്ലതും നമ്മുടെ നാട്ടിൽ നടക്കുമോ സഖാവേ? പ്രിയപ്പെട്ട ശ്രീ ബ്രിട്ടാസ്, അങ്ങ് ചൈനയെ പാടി പുകഴ്ത്തിക്കോളൂ. പക്ഷേ അതിന് നമ്മുടെ നാട്ടിലെ കുംഭമേളയുമായി എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത്? ചൈനയേക്കാൾ ഇന്ത്യ വളരെ പിറകിലാണ് എന്ന് വരുത്തി തീർക്കുവാൻ അങ്ങക്ക് ഏതൊക്കെ മേഖല വേണമെങ്കിലും ആശ്രയിക്കാം. ശാസ്ത്ര സാങ്കേതികതയുമായോ മറ്റേതെങ്കിലുമൊക്കെ മേഖലയുമായോ അങ്ങേക്ക് താരതമ്യം ചെയ്യാം. പക്ഷേ അവിടെ കുംഭമേളയ്ക്ക് പ്രസക്തി എന്താണ്? എന്തിനാണ് കുംഭമേളയെ ഇകഴ്ത്തിക്കാട്ടുന്നത്? ശ്രീ ബ്രിട്ടാസ്, അങ്ങ് കൈരളി TVയുടെ MD മാത്രമായിരുന്നു എങ്കിൽ ഇത് പറയേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അങ്ങ് ഒരു MP ആണ്. നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP. ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളോട്, രാജ്യത്തോട്, രാജ്യത്തിൻ്റെ ഭരണഘടനയോട് ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജൻസ് പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത MP ആണ്. അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഓരോ പൗരനും ഉൾക്കൊള്ളുവാൻ കഴിയണം. ശ്രീ ബ്രിട്ടാസ്, അങ്ങയോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ചൈനയിൽ പാർട്ടി സമ്മേളനങ്ങൾ റോഡ് അടച്ചുകെട്ടി യാത്രക്കാരുടെ വഴി മുടക്കിക്കൊണ്ട് ചെയ്യാറുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിലും എന്തിനാണ് സ്വകാര്യ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് എന്നൊക്കെ ചോദിച്ച പോളിറ്റ് ബ്യൂറോ മെമ്പറോട് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നും അത് അപ്പം ഇൻ്റലിജൻസ് അല്ല എന്നും അങ്ങയുടെ നേതാവിനോട് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട ശ്രീ ബ്രിട്ടാസ്, അങ്ങേക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് അങ്ങ് ഇങ്ങ് ഇന്ത്യയിലായതുകൊണ്ടാണ്. ചൈനയിലായിരുന്നുവെങ്കിൽ എന്താകും അങ്ങയുടെ അവസ്ഥ എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ശ്രീ ബ്രിട്ടാസ്, കുംഭമേളയ്ക്കൊന്ന് പോയി നോക്കുന്നോ? ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.